ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCBയുടെ ട്രേഡിംഗുമായി ബന്ധപ്പെട്ടതാണ്. RCBക്ക് ഈ ലേലത്തിൽ ഒരു ക്യാപ്റ്റൻ ആക്കാൻ പോകുന്ന താരത്തെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് RCB വിഷമത്തിലാണ്. RCB ലേലത്തിൽ നോക്കിവെച്ച താരമായിരുന്നു KL രാഹുൽ. ഡൽഹി ടീം കൊണ്ടുപോയി. ഇപ്പോഴത്തെ RCB രാഹുലിന് വേണ്ടി ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഡൽഹിയുമായിട്ട് RCB സംസാരിച്ചു കഴിഞ്ഞു. RCB ടീമിലെ ഒരു മികച്ച താരത്തെ വിട്ടുകൊടുത്ത് രാഹുലിനെ തിരിച്ചെത്തിക്കാനാണ് അവരുടെ പദ്ധതി. രാഹുലിനെ RCBയുടെ പുതിയ ക്യാപ്റ്റൻ ആക്കാനാണ് അവർ ആലോചിക്കുന്നത്. രാഹുലുമായിട്ടുള്ള ട്രേഡ് നടക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടതാണ്. ചെന്നൈയുടെ കീപ്പർ ധോണിയാണ്. ധോണിക്ക് ശേഷം ആരായിരിക്കും CSKയുടെ കീപ്പർ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോഴിതാ ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് ഋതുരാജ്. ഈ വരാൻ പോകുന്ന IPLൽ ഋതുരാജ് ആയിരിക്കും CSKയുടെ കീപ്പർ എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ധോണി എല്ലാ മാച്ചിലും കളിക്കില്ല. ഋതുരാജിനെ കീപ്പർ സ്ഥാനം കൊടുത്ത് ധോണി റെസ്റ്റ് എടുക്കാനാണ് പദ്ധതി. ഋതുരാജിന് ഇപ്പോൾ പ്രത്യേക കീപ്പർ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഋതുരാജിനെ കീപ്പറാക്കുന്നത് ധോണിയുടെ ബുദ്ധിയാണെന്നാണ് റിപ്പോർട്ട്. ഈ വർഷത്തെ IPL ധോണിയുടെ ലാസ്റ്റ് സീസൺ ആകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ഋതുരാജിനെ കീപ്പറാക്കുന്നത് CSK ടീമിന്റെ മറ്റൊരു തന്ത്രമാണ്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ മറ്റൊരു ട്രേഡിനെ ഒരുങ്ങുകയാണ്. സച്ചിനാണ് രാജസ്ഥാനുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. സച്ചിന്റെ മകൻ അർജുൻ ടെണ്ടുൽക്കറിനെ രാജസ്ഥാൻ ടീമിലേക്ക് കൊണ്ടുവരാനാണ് സച്ചിന്റെ പദ്ധതി. മുംബൈ ടീമിൽ നിന്നാൽ അർജുനന്റെ കരിയർ നശിക്കുമെന്ന് സച്ചിന് മനസ്സിലായി. മുംബൈ പേരിന് മാത്രമാണ് അർജുനനെ എടുത്തിരിക്കുന്നത്. ഒരു മാച്ചിലും കളിപ്പിക്കാൻ പോകുന്നില്ല. ഇപ്പോഴിതാ സച്ചിൻ രാജസ്ഥാനുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അർജുൻ ടെണ്ടുൽക്കറെ ട്രേഡ് വഴി രാജസ്ഥാനിലേക്ക് എടുക്കണമെന്നാണ് സച്ചിന്റെ അഭ്യർത്ഥന. സച്ചിന്റെ വാക്ക് രാജസ്ഥാൻ അനുസരിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കോച്ച് ദ്രാവിഡ് മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഒരു താരത്തെ വിട്ടുകൊടുത്ത് അർജുനനെ ടീമിലേക്ക് കൊണ്ടുവരാനാണ് രാജസ്ഥാന്റെ പദ്ധതി. ഒരുപക്ഷെ രാജസ്ഥാനിലെത്തിയാൽ അർജുനന് ബൗളിങ്ങിന് അവസരം കിട്ടും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.